അപ്പോൾ എന്നത്തെയും പോലെ ജോലി കഴിഞ്ഞ് ഇന്നും ഞാനിങ്ങനെ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ റെയിൽവേയുടെ ഓവർ ബ്രിഡ്ജ് കടന്നിട്ടാണ് കേട്ടോ ഞാൻ വീട്ടിലേക്ക് പോകുക. അപ്പോൾ എനിക്ക് വീട്ടിലേക്ക് പോകാൻ പെട്ടെന്ന് എത്തും. അപ്പോൾ ഞാനിങ്ങനെ വീട്ടിൽ എത്തിയപ്പോൾ ആദ്യം അടുക്കളയിലേക്കാണ് പോയത്. അപ്പോൾ ഇന്ന് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകാമെന്നാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ആ പ്ലാൻ ഒന്ന് ചേഞ്ച് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാനിന്ന് ചെന്നിട്ട് എന്ത് ഫുഡ് ഉണ്ടാക്കും, കാരണം മോൻ വന്നു കഴിഞ്ഞാൽ ആദ്യം ചോദിക്കുക വിശക്കണു എന്നുള്ളൊരു കാര്യമാണ് പറയുക. അപ്പോൾ ഞാൻ വിചാരിച്ചു പെട്ടെന്ന് തന്നെ വെക്കാൻ പറ്റുന്നൊരു കാര്യം, പൊന്നരി ഇരിക്കുന്നുണ്ട്, അപ്പോൾ പെട്ടെന്ന് തന്നെ ചോറ് വയ്ക്കാം. അപ്പോൾ ചോറിനുള്ള അരിയൊക്കെ കഴുകി അടുപ്പത്തിട്ടു. പിന്നെ അടുത്ത ഒരു കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കറി വയ്ക്കും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഉണക്കച്ചെമ്മീൻ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഉണക്കച്ചെമ്മീനോടൊരു ചമ്മന്തി ഉണ്ടാക്കാം എന്നൊരു പ്ലാൻ എനിക്ക് വന്നു. അപ്പം ഉണക്കച്ചെമ്മീനാകുമ്പം എനിക്ക് അതിലേക്കാണെങ്കിൽ കുറച്ച് പുളിയും കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും മാത്രമേ വേണ്ടൂ. അപ്പം ഞാൻ അങ്ങനെ ഒരു പ്ലാനിങ്ങിൽ നിൽക്കായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, വേഗം തന്നെ ആ ചെമ്മീൻ കഴുകി വെച്ചിട്ട് ചീഞ്ചട്ടി വെച്ച് അതിലൊന്ന് ചെമ്മീനൊന്ന് വഴറ്റാനിട്ടു. അപ്പോൾ അതൊന്ന് വഴറ്റുന്ന നേരം കൊണ്ട് അരി അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൊന്നരി ആയതുകൊണ്ട് പെട്ടെന്നാവും, അതേ ടൈമൊന്നും എടുക്കില്ല. അപ്പോൾ അത് ആ കുറച്ച് നേരം കൊണ്ട് ചെമ്മീൻ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതിലേക്ക് കുറച്ച് പുളി വേണം, കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ്, ഈ ഒരു 3 സാധനങ്ങൾ അഡീഷണലായിട്ട് അതിലേക്ക് വേണ്ടു. അപ്പോൾ ഞാൻ ആ നേരം കൊണ്ട് ചെമ്മീനൊന്ന് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കരിഞ്ഞതല്ല കേട്ടോ, അത് എനിക്ക് തോന്നുന്നത് ആ അലുമിനിച്ചിട്ട് ആയ കാരണം ഒരു കരിഞ്ഞ പോലെ തോന്നുന്നതാണ്. അപ്പോൾ ഞാനത് എന്താ പറയുക, ഒന്ന് വഴന്ന് വന്നപ്പോൾ കുറച്ച് മുളക് പൊടി, ആ മുളക് പൊടി ഇടുമ്പോൾ ആ വെളിച്ചെണ്ണ കുറച്ചൊന്ന് തണുത്തിട്ടിട്ടുള്ളൂ, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. കുറച്ച് ഉപ്പ് എനിക്ക് എപ്പോഴും കൈയളവാണ് കേട്ടോ, കാരണം എനിക്ക് ഈ സ്പൂണിലിട്ട് കഴിഞ്ഞാൽ ഞാൻ കറിയിലിട്ട് കഴിഞ്ഞാൽ ഉപ്പ് കൂടും. അപ്പോൾ ആ നേരം കൊണ്ട് അരി തിളച്ച് വന്നു. പിന്നെ ഇനി ചമ്മന്തി ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിക്കണം. ഞാൻ മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുത്തു. വല്ലാതെ ഇങ്ങനെ വെണ്ണ പോലെ ജസ്റ്റ് ഒന്ന് സെറ്റാക്കിയാൽ മതി. അപ്പോൾ അതൊന്നിങ്ങനെ അരഞ്ഞ് വന്നപ്പോൾ ഞാൻ അതിൽ നിന്ന് എടുത്ത് കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പുളി കുറച്ച് കുറവാണ്, ബാക്കിയെല്ലാം ഓക്കെയാണ്. അപ്പോൾ ചമ്മന്തിയൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയതിന് ശേഷം ഇനി അടുത്ത പണിയെന്ന് വെച്ചാൽ കുളിക്കണം. കുളി കഴിഞ്ഞ് വിളക്കത്തിക്കണം. അപ്പോൾ അതിനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പോയി. അപ്പോൾ കുളിക്കാൻ കയറിയ നേരം കൊണ്ട് മോൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ ഇനി പെട്ടെന്ന് ഫുഡ് കൊടുക്കണം. അപ്പോൾ ഞാൻ വേഗം വിളക്കത്തിച്ച് പ്രാർത്ഥിച്ച് അവൻ്റെ ഭക്ഷണം കൊടുക്കേണ്ട കാര്യങ്ങളിലേക്ക് നീങ്ങായിരുന്നു. അതിനിടയ്ക്ക് ഇവൻ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ഇവനൊന്ന് കാണാണ്ട് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇവ ഇവിടെ പോയി എന്ന് തപ്പിപ്പോയപ്പോഴാണ് അവിടെ ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ തപ്പുന്നുണ്ട് മൂപ്പര്. അപ്പോൾ ഞാൻ പതുക്കെ പിടിച്ച് വലിച്ചിങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ ഇത്രയുള്ള എൻ്റെ